ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. എല്ലാ മനുഷ്യരും പരമമായ സുഖത്തെയാണ് ആഗ്രഹിക്കുന്നത്. അത് ഈ ലോക വസ്തുക്കളിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ കിട്ടുന്ന വസ്തുക്കളിൽ തെരഞ്ഞു നോക്കും. അങ്ങനെ പെട്ടെന്ന് പരമമായ അറ്റമില്ലാത്ത സുഖം കിട്ടാൻ കണ്ടെത്തിയ മാർഗമാണ് മദ്യപാനം, ലഹരി വസ്തുക്കൾ അടിക്കുക എന്നത്. ലഹരിക്ക് അടിമപ്പെട്ടാൽ ഈ ബാഹ്യമായ ലോകത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. പിന്നെ മറ്റേതോ ഒരു ലോകത്തിലാണ് വിഹരിക്കുന്നത്. അതിനാൽ എല്ലാവരും എളുപ്പത്തിൽ കിട്ടാവുന്ന സുഖം നോക്കി പോകുന്നു. അതുകൊണ്ടുള്ള കുഴപ്പം എന്താണ്? തൻ്റെ ശരീരവും ശരീരത്തിൻ്റെ ആരോഗ്യവ്യവസ്ഥയും പ്രധാനപ്പെട്ട അവയവങ്ങളെല്ലാം നഷ്ടമാകുന്നു. മുമ്പുണ്ടായിരുന്ന സമാധാനം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു മദ്യപാനം കൊണ്ട്. എന്നാൽ നമ്മുടെ യോഗീശ്വരന്മാർ ഈ മദ്യപാനത്തിന് തുല്യമായ ലഹരിക്ക് അടിമയാണ്. ആ ലഹരി എന്താണ്? കഞ്ചാവും കള്ളും കുടിച്ചിടാതെ നെഞ്ചകത്താനന്ദക്കള്ളുണ്ട്, അഞ്ചാതെയായതോ സേവിച്ചു കൊള്ളുകിൽ അഞ്ചും യമൻ നിന്നെ എന്നറിയൂ. കഞ്ചാവും കള്ളും കുടിച്ചിടാതെ നെഞ്ചകത്താനന്ദക്കള്ളുണ്ട്. നമ്മുടെ അകത്ത് തന്നെ ആനന്ദമാകുന്ന കള്ള് ഭഗവാൻ നിക്ഷേപിച്ചിരിക്കുന്നു. അതെങ്ങനെ കിട്ടും എന്ന് അറിയാത്തത് കൊണ്ടാണ് കിട്ടുന്ന വഴിയിലൂടെ നമ്മൾ പോകുന്നത്. കഞ്ചാവ്, കള്ള് ഇവയെല്ലാം ലഹരി വസ്തുക്കളാണ്. ഇന്ന് ഈ രണ്ടിനെയും കവച്ചു വയ്ക്കുന്ന പലതുമുണ്ട്. അതിനടിമയാണ് ഇന്ന് 90% ജനങ്ങളും. അത് യൗവനയുക്തരായവർ മുതൽ കുട്ടികൾ വരെ അതിനടിമപ്പെട്ടതാണ്. ഒരിക്കൽ അതിനടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് രക്ഷപ്പെടുക വളരെ വിഷമമാണ്. അത് പിന്നെ മരണത്തിലേക്ക് കലാശിക്കുകയുള്ളൂ. അത്തരം ലഹരി വസ്തുക്കൾ ഇന്ന് മനുഷ്യബുദ്ധി ഇതൊക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ തൻ്റെ അന്തരാത്മാവിലേക്ക് ആണ്ടിറങ്ങിക്കഴിയുകയാണെങ്കിൽ ഇതിനേക്കാൾ മഹത്തായ ലഹരി അനുഭവിക്കാനും ആനന്ദിക്കാനും സാധിക്കുന്നതാണ്. അത് തന്നിൽ തന്നെയാണ് നിക്ഷേപിച്ച് വെച്ചിരിക്കുന്നത്, പുറത്തെങ്ങുമല്ല. കഞ്ചാവും കള്ളും കുടിച്ചിടാതെ നെഞ്ചകത്താനന്ദക്കള്ളുണ്ട്. തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ കള്ള്, ആ പരമാനന്ദമാകുന്ന ആ ലഹരി അടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ എപ്പോഴും അനുഭവവേദ്യമാകുന്നതാണ്. അതിന് പ്രതിക്ഷയങ്ങളില്ല. കഞ്ചാവും കള്ളും കുടിച്ചിടാതെ നെഞ്ചകത്താനന്ദ കള്ളുണ്ട്, അഞ്ചാതെ ആയതോ സേവിച്ചു കൊള്ളുകിൽ അഞ്ചും യമൻ നിന്നെ എന്നറിയൂ. അങ്ങനെ അത് സേവിച്ചു കഴിഞ്ഞാൽ യമൻ പോലും നമ്മെ ഭയപ്പെട്ടു പോകും. യമൻ്റെ പിടിയിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ നമ്മളെല്ലാം അമർത്യരായിത്തീരുന്നു. മരണം നമുക്കില്ല എന്ന് ബോധ്യമാകുന്നു. ഇവിടെ മരിക്കുന്നത് നമ്മളല്ല, മരിക്കുന്നത് ദേഹമാണ്, ശരീരമാണ്. ജനിച്ചതും വളരുന്നതും തളരുന്നതും രോഗഗ്രസ്തമാകുന്നതും ആരോഗ്യത്തോടിരിക്കുന്നതും എല്ലാം ദേഹമാണ്. എന്നാൽ പരമാത്മാവായിരിക്കുന്ന തനിക്കോ ഇതൊന്നും ബാധകമല്ല. ആ ബോധം നമുക്ക് വന്നു കഴിയുമ്പോൾ
മരണഭയം നമ്മിൽ നിന്നും അകന്നു പോകും. അതാണ് അഞ്ചും യമൻ പോലും നമ്മെ ഭയപ്പെട്ടോടും. യമൻ നമ്മുടെ അടുത്തേക്ക് വരികയില്ല. മരണദേവൻ നമ്മെ ഉണരുകയില്ല. നമുക്ക് മരണമില്ല. നാം മരണമില്ലാത്ത അമർത്യാവസ്ഥയിൽ എത്തിയവരാണെന്ന ബോധം നമുക്കുണ്ടാവും. അതാണ് ജീവിതത്തിൽ നമ്മൾ നേടേണ്ടത്. അതിമനുഷ്യദേഹം കൊണ്ട് മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ. അത് നേടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം നിരർത്ഥകമാണ്. മനുഷ്യജന്മം കിട്ടിയിട്ടും ആ പരമമായ നിർവൃതി നാം നേടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല, അർത്ഥശൂന്യമായിരിക്കും. അതിനാൽ നാം എന്ത് വില കൊടുത്തും എന്ത് ക്ലേശം സഹിച്ചും ആ പരമാനന്ദത്തെ അനുഭവിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും. ഈ സുഭാഷിത രത്നം നമ്മൾ വായിച്ച് വെറുതെ അങ്ങ് പോയാൽ പോരാ. ഇവ നിരന്തരം മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രായോഗികം ആക്കണം. യൂട്യൂബിൽ കൂടി ഇത് കേൾക്കുന്ന ആളുകൾ ഇത് കേട്ട് അതിനനുസരിച്ച് ജീവിച്ച് ജീവിതം സാർത്ഥകമാക്കി തീർക്കണം. മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് കൂടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായിട്ട് രേഖപ്പെടുത്തുക കൂടി ചെയ്യുക. അതിനാൽ നമ്മുടെ ജീവിതം സാർത്ഥകമാക്കി തീർക്കൂ എന്ന ഒരപേക്ഷ മാത്രമേ ഉള്ളൂ.